You said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say I need you now. Here I am, turn around one more time. I need you now. Said that I'd be fine without you. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ആഹ്വാനത്തിൽ വിടാനിടയാകരുതേ, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. ജീവജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കുമെന്ന് അരുളിച്ചതുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് എന്നെ വിവാഹിതരാകാൻ പോകുന്ന ജോസഫിനെയും സനയെയും അനുഗ്രഹിക്കണമേ. ഖാനായിലെ കല്യാണ വിരുദ്ധയിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൂസേപ്പെ, ദൈവാത്മാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാക്കാമരെ ഇവരുടെ വിശുദ്ധിയും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. കാരുണ്യവാനായ കർത്താവെ, ദേവാലയത്തിലേക്ക് വിവാഹത്തിനായി കടന്നു പോകുമ്പോൾ ഈ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് കരകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലായിരിക്കാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുക്കാരുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ ദേവാലയത്തിലെ യാത്രയും തുടർന്നുള്ള ദൈവത്തിന് വലിയ കരുണയും അനുഗ്രഹവും നിറയുന്ന വിവാഹ ശുശ്രൂഷയും അതിനുശേഷമുള്ള എല്ലാ ആഘോഷങ്ങളും ദൈവാനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിവാഹ ജീവിതത്തെ നമ്മുടെ പരിശുദ്ധാമത്തെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാവശ്യയുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. How your voice sang the songs that made me wanna live forever. All packed up, headed out. I hate to say I need you now. Here I am, turn around one more time. I need you now. Said that I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you.
need you now. Ooh, said that I'd be fine without you. St. Lawrence River, 4:45. You ask if I'm swimming, and I didn't think twice. My head going under, I come up for air, and you're just sitting there. There must be something in the water, 'cause I've never seen it this clear. It's you and me in the August heat, the bright orange everglow. The southern sky, when it hits your eyes, there ain't nowhere I wanna go. This moment is perfect, sunburn, shirtless, then everything starts to move slow. Then suddenly, it just hit me, you're the last girl I'm bringing home. The low-lit horizon, the song in the silence, a bottle of lightning, the words can't describe it, but all I know, there ain't no way that I'm letting go. I swear there must be something in the water, 'cause I've never seen it this clear. It's you and me in the August heat, the bright orange everglow. The southern sky, when it hits your eyes, there ain't nowhere I wanna go. This moment is perfect, sunburn, shirtless, then everything starts to move slow. Then suddenly, it just hit me, you're the last girl I'm bringing home. This moment is perfect, sunburn, shirtless, then everything starts to move slow. Then suddenly, it just hit me, you're the last girl I'm bringing home. Amaze me, blindfolding my eyes. Inside the dark, all that I see is imaginary pictures of all my things, of you and me. Of you and me. How open is your empty space? I'm moving in, we'll see the end of something unfamiliar. I saw your hand, you took a while. The cold was crisp, I thought your warmth would break the silence, but all I hear are sirens. Take me for a
തിരുക്കിരി മുഴുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. ഞാനാകും മെഴുകിരി മുഴുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. എന്നിൽ നിന്നാ പ്രഭ കൈമാറിയാലേ നമ്മളാം നവസമൂഹമാകൂ. അവിടുത്തെ അജഗണമാകൂ. കുഞ്ഞാനിൻ ബലിയിൽ അണയാം തിരുനീളം ഒഴുകും കാൽവരി പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അരിമ്പൂർ പള്ളി കൊള്ളന്നൂർ ജോസ് ജിസ്സി മകൾ സന ജോസ് കെ, പുത്തഞ്ചിറ ഫൊറോന പള്ളി മാളിക്കൽ കൂനൻ ജോസ് പോൾ ജെയ്സി ജോസഫ്, ഇവർ രണ്ടുപേരും ഇന്ന് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഡയറിസ് മൂലയിലച്ഛൻ എത്തിയിട്ടുണ്ട്. മിസ്സിസാഗോ രൂപത കാനഡ, ഫാദർ ജോൺ പാലിയക്കര CMI ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഫാദർ സെബാസ്റ്റ്യൻ പല്ലിക്കാരൻ പോത്തുശ്ശേരി പള്ളി വികാരി, ഫാദർ ടോം മാളിയേക്കൽ നമ്മുടെ ജോസഫിൻ്റെ കുടുംബാംഗം, ഫാദർ വർഗീസ് പാത്താടൻ പുത്തഞ്ചിറ ഫൊറോന പള്ളി വികാരി, ബേബി ഷെപ്പേർഡ് CMI, ജോസഫ് മാളിയേക്കൽ നമ്മുടെ പ്രതിസുത വരൻ ജോസഫിൻ്റെ കുടുംബാംഗം. ഏറെ സ്നേഹത്തോടുകൂടെ വന്യ വൈദികർക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ബഹുമാനപ്പെട്ട ടോം മാളിയേക്കലച്ഛനാണ്. സന്ദേശം പറയുക പോത്തുശ്ശേരി പള്ളി വികാരിയും പുത്തഞ്ചിറ പിറവി മാതാ ഫൊറോന പള്ളിയുടെ മുൻ വികാരിയുമായ ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരനാണ്. ഭക്തിപൂർവം നമുക്ക് ഇവരുടെ ദാമ്പത്യ ജീവിതം മരണം വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ട് സാക്ഷികൾ ഒന്ന് മുന്നോട്ട് വന്ന് നിൽക്കണം. സനായുടെ ഭാഗത്തുള്ള സാക്ഷി സനായുടെ അടുത്ത് വന്ന് നിൽക്കുക. ആരാണ്? പുറത്ത് ജോസഫിൻ്റെ. ഓക്കെ. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി എളിമയോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിവാഹിതരാകുന്ന ജോസഫും സനയും ഈ അൾത്താരുടെ മുമ്പിൽ നമ്മളോടൊപ്പമായിരിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ദൈവം രണ്ട് കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് പുതിയൊരു കുടുംബത്തിന് രൂപം കൊടുക്കുമ്പോൾ അതിന് സാക്ഷി വഹിക്കാൻ എത്തിച്ചേർന്ന നമുക്ക് ഇവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ പരിശുദ്ധ കുർബാനയിൽ ഇവരെ ചേർത്ത് വെച്ച് ഇവരാരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതം ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെ വളർത്തി വലുതാക്കിയ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഫലമണിയുവാൻ, സ്നേഹിച്ച് പരിപാലിക്കുന്ന സഹോദരങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ കുടുംബത്തിൽ നിറവേറുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ഭക്തിപൂർവം ആയിരിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ
ചേർന്നിട ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും
അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ശിവദായകവും ദൈവികവുമായ ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദമ്പതിമാരുടെ കടമ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ.
സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ അവിടുത്തെ കാരുണ്യം അനുഭവിച്ച് സ്നേഹത്തിൽ ഒന്നാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ആൾത്താരയ്ക്ക് മുൻപിലായിരിക്കുന്ന ജോസഫ് സലാം, ഇവരെ പ്രാർത്ഥിച്ചൊരുക്കി കൊണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ഇവർക്ക് ആശംസകൾ അർപ്പിക്കാനും പ്രാർത്ഥിക്കാനുമായിരിക്കുന്ന സ്നേഹമുള്ളവരെ, ഈ വിവാഹം ആശീർവദിക്കാനും ദൈവത്തിൻ്റെ കൃപ ഇവരിലേക്ക് ചൊരിയാനും ഇവിടെ പ്രാർത്ഥനാപൂർവ്വം അണഞ്ഞിരിക്കുന്ന സ്നേഹമുള്ള അച്ഛന്മാർ, ആദ്യമായി ജോസഫിനും സനയ്ക്കും എല്ലാ മംഗളങ്ങളും സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരും. പേടിയുണ്ടോ? സാധാരണ വിവാഹം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട് ഇപ്പോൾ പലർക്കും. ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഓർക്കുന്നത് ഒരു ചൈനീസ് പഴമൊഴിയാണ്. പഴമൊഴി ഇതാണ്: യുദ്ധത്തിന് പോകുന്ന ഒരു പട്ടാളക്കാരൻ പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിക്കും, ദൈവമേ, ദേ യുദ്ധക്കളത്തിലേക്കാണ് പോണേ, കാത്തുകൊള്ളണേ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവൻ, കടലിലേക്ക് പോകുന്നവൻ ഒരു പ്രാവശ്യം അല്ല 2 പ്രാവശ്യം പ്രാർത്ഥിക്കും, ദൈവമേ കാത്തുകൊള്ളണേ, കടലിലേക്കാണ് പോണേ. വിവാഹ ജീവിതത്തിന് ഇറങ്ങിത്തിരിക്കുന്നവൻ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം പ്രാർത്ഥിക്കും എന്നാണ് പറയുന്നത്. യുദ്ധത്തിന് പോണേക്കാളും
കടലിൽ പോകുന്നതിനേക്കാളൊക്കെ ഭീകരമായിട്ടാണ് ചൈനക്കാർ പറയുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ല. പേടിക്കണ്ടെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ധൈര്യമായി സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ദൈവമാണ് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത്. ദൈവമാണ് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത്. പണമാണ് നമ്മൾ ഒന്നിപ്പിക്കുന്നതെങ്കിൽ പ്രശ്നമായി, പണം തീരുമ്പോൾ പ്രശ്നമായി. ജോലിയാണ് ഒന്നിപ്പിക്കുന്നതെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് വിവാഹം അവസാനിപ്പിക്കാം ജോലി പോകുമ്പോൾ. പക്ഷെ ദൈവമാണ് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ പുത്തഞ്ചര കിടക്കുന്ന ജോസഫും അങ്ങ് അരിമ്പൂർ കുന്നത്തങ്ങാടി കിടക്കുന്ന സനിയും ഒന്നിക്കാൻ കാരണം ദൈവമാണ് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത്. ഈ പള്ളിയിൽ വെച്ച് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. ഇപ്പം ദൈവമാണ് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം ഒന്നിപ്പിച്ചാൽ ദൈവം അങ്ങനെ നിങ്ങൾ കൊണ്ട് നടന്നോളും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളോടൊപ്പം സഭയുണ്ട്, വിശുദ്ധരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ 130 കോടി അംഗങ്ങളുള്ള ഒരു സഭയുണ്ട്. നമുക്കൊരു വിഷമം വന്നാൽ ഓടി വരാൻ ഒരു പള്ളിയുണ്ട്. ഒരു സങ്കടം വന്നാൽ വന്നിരിക്കാൻ ദീപികാരൻ ഈശോയുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ ഓടിച്ചെല്ലാൻ കുമ്പസാരക്കൂടുണ്ട്. ഒപ്പം നടക്കാൻ ഔസേപിതാവുണ്ട്, മാതാവുണ്ട്, മറിയന്ത്രേസുണ്ട്. ഇങ്ങനെ വലിയൊരു നിര തന്നെയുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് പേടിക്കണ്ട. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബം നല്ല കുടുംബമാണ്. 2 പേരുടെയും കുടുംബങ്ങൾ നല്ല കുടുംബങ്ങളാണ്. അതുകൊണ്ട് പേടിക്കണ്ട. നമ്മുടെ കുടുംബം ശരിയല്ലെങ്കിൽ നമ്മൾ കുറേ പേടിക്കേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ കുടുംബം നല്ല കുടുംബമാണ്. എനിക്ക് കൂടുതൽ പരിചയം ജോസഫിൻ്റെ കുടുംബമാണ്. ഞാൻ 4 വർഷം പുത്തഞ്ചരയിൽ വികാരിയായിരുന്നപ്പോൾ 2 വർഷക്കാലവും എൻ്റെ കൈക്കാരനായിട്ട് ഒപ്പമുണ്ടായിരുന്നു ജോസഫ്. ഒപ്പം അമ്മ യേശു ടീച്ചർ വേദേശം പഠിപ്പിക്കാൻ വേണ്ടി ഞാനതെല്ലാം നന്ദിയോട് സ്നേഹത്തോട് ഓർക്കുകയാണ്. ഒരുപാട് നന്മയുള്ള കുടുംബം, വൈദികരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഞങ്ങളോട് എന്നും ആദരവ് കാണിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം. മാത്രമല്ല, മറ്റുള്ളവൻ്റെ വേദനകളിൽ സങ്കടങ്ങളിലൊക്കെ ഏതെല്ലാം ഇതിന് സഹായിക്കാൻ പറ്റും, ആശ്വാസം നൽകാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നൊരു കുടുംബം. എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് വന്ന് പറ്റും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്നിട്ട് ഞാൻ ഓർക്കുകയാണ്. നന്മയുള്ള കുടുംബമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് പേടിക്കേണ്ട. സഹോദരങ്ങളൊക്കെ എനിക്കറിയാം, അവർക്കൊക്കെ ഒരുപാട് നന്മയും സ്നേഹമുള്ള കുടുംബങ്ങളാണ്. കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് പേടിക്കണം. സനയുടെ കുടുംബം അങ്ങനെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നത്, അപ്പച്ചനോട് വർത്താനമൊക്കെ പറഞ്ഞ് ചോദിച്ചു, കുന്നത്തങ്ങാടിയിലെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നന്മയുള്ള കുടുംബമാണ്. അതുകൊണ്ട് പേടിക്കണ്ട. നാലാമത്തെ കാര്യം, നിങ്ങൾ നല്ലവരാണ്. അതുകൊണ്ട് പേടിക്കണ്ട. എനിക്ക് ജോസഫിനെയാണ് അടുത്ത് പരിചയമുള്ളത്. ജോസഫ് ഇപ്പോഴും വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അവിടെ യൂത്തിനൊക്കെ ഇവിടെ ഇടപെട്ടതും അവിടുത്തെ കാര്യങ്ങളിലൊക്കെ വന്ന് ഇടപെടുന്നതൊക്കെ വളരെ സൗഹൃദത്തോടെ എല്ലാ കാര്യങ്ങളിലും ഓടി വരും. അവിടെ നാട്ടിലുണ്ടെങ്കിൽ പണി, എന്ത് പള്ളിയിലെ KCYന്റെ പരിപാടി, ഉൾക്കൂടുണ്ടാക്കലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാത്തിനും ഓടി വരും. ഒരു നന്മയുള്ള, ഒരു കാപ്പട്യമില്ലാത്ത, വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ജോസഫ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാനിപ്പോൾ 2.25 വർഷം അവിടെ നിന്ന് പോന്നിട്ട് എങ്കിലും ആ നന്മ നിങ്ങളുണ്ട്. സന അതുപോലെ ഒരുപാട് നന്മയുള്ള വ്യക്തിത്വമാണ്. ഈ നന്മയുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട. നമ്മൾ തിന്മയാണെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടി വരുന്നത്. ഒരു നന്മയുണ്ടെങ്കിൽ വഴക്കൊക്കെ വീടിൻ്റെ ഭാഗമാണ്. വൈകുന്നേരം വരെ ദേഷ്യപ്പെടാൻ ബൈബിൾ പോലും അനുവാദം തരുന്നുണ്ട്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നു വരെ, അത് കഴിഞ്ഞ് പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വഴക്കോടും ചെറിയ പരിഭവം ഉണ്ടാണ്ടിരിക്കും, ഒരു വാശി പിടിക്കും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചേരുന്നതല്ലേ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ സാധിച്ചാൽ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ വളരെ ആർട്ടിഫിഷ്യലൊക്കെ ആകുമ്പോഴാണ് ജീവിതം ദുഷ്കരമാകുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ നന്മയുണ്ട്, പേടിക്കേണ്ട കാര്യം. സന്തോഷത്തോടു കൂടി വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഇത്രയും ധൈര്യപ്പെടുത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കർത്താവ് പറയും, ഭയപ്പെടേണ്ട, കൂടെയുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് തന്നെയല്ലേ. ജോസഫ് പേടിക്കണ്ട, ഞാൻ എൻ്റെ കൂടെയുണ്ട്. സനയോട്, സന പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്. കൂടെയുണ്ടെന്ന് പറയുന്നതല്ലേ വിവാഹം. അതാണ് ദൈവം. ഇമ്മാനുവേൽ, കൂടെയായിരിക്കുന്നവൻ ദൈവമാണ്.
ഇതുപോലെ പരസ്പരം കൂടെയായിരിക്കുമ്പോൾ അവിടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരുമിച്ച് പോയി എവിടെയായിരുന്നാലും ഒപ്പമുണ്ടെന്ന് പറയാൻ സാധിക്കുക, അതാണ് വലിയൊരു കാര്യം. പേടിക്കേണ്ട, ഒന്ന് ധൈര്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ, എൻ്റെ പ്രാർത്ഥന. ഇനി നിങ്ങൾക്ക് 4 ആശംസകളാണ് എനിക്ക് തരാനുള്ളത്. എല്ലാ അച്ഛന്മാരുടെയും പേരിൽ 4 ആശംസകൾ. തോബിയാസിൻ്റെ കല്യാണം കഴിഞ്ഞ് സാറായെ തോബിത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുന്ന രംഗമുണ്ട്. ആ നേരത്ത് കൊടുക്കുന്ന 4 ആശംസകളാണ്. തോബിത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12 ഒറ്റ വാക്യമുള്ളൂ. 4 ആശംസ. ഒന്നാമത്തെ ആശംസ ഇതാണ്. മോളോട് പറയാണ്, മോളെ അവൻ്റെ മാതാപിതാക്കളാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. സന ഓർക്കുക, ജോസഫിൻ്റെ മാതാപിതാക്കളാണ് ഇനിമേൽ മാതാപിതാക്കൾ. ജോസഫ് ഓർക്കണം, സനയുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ. പരസ്പരം മാതാപിതാക്കളായിട്ടൊന്ന് അംഗീകരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഇടവരട്ടെ. നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഇടവരട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം. നിങ്ങൾ മിണ്ടാണ്ട് നടക്കണമെന്നോ 2 സ്ഥലത്താണെന്നോ വഴക്കണമെന്നോ കേൾക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല കേട്ടോ, ഒറ്റ ആൾക്കും ഇഷ്ടമില്ല. നിങ്ങളെക്കുറിച്ച് എന്നും നല്ലത് മാത്രം കേൾക്കാൻ ഇടവരട്ടെ. മൂന്നാമത്തെ ആശംസ ഇതാണ്, മോളെ നിനക്ക് അവനിൽ ഉണ്ടാകുന്ന മക്കളെ കണ്ട് ആനന്ദിക്കാൻ ഇടവരട്ടെ എന്നാണ് അപ്പനും അമ്മയും കൂടി പറയണേ. ആശംസ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാവട്ടെ. തമ്പുരാൻ തരുമ്പോൾ കുഞ്ഞുങ്ങൾ മേടിച്ചോളൂ കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് ദൈവം തന്നു തരില്ല. ഇവിടെ ദൈവം തരുമ്പോൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. 4ാമത്തെ, മോളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മരുമോൻ്റെ അടുത്ത് തോബിയാസിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയാണ്, എടാ മോനെ, എൻ്റെ മോളെ ഞാൻ നിനക്ക് തരുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്, അവളെ സങ്കടപ്പെടുത്തരുത്. ഇത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ? മോളെ സങ്കടപ്പെടുത്തരുത്, തിരിച്ചും ജോസഫിനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ, സങ്കടപ്പെടുത്തരുത്. പരസ്പരം ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ആയിരിക്കുക. കുറച്ചൊക്കെ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ എന്തൊക്കെ തോന്നിയാലും വീണ്ടും പഴയതുപോലെ ആവാൻ, ഒരു ദിവസം കഴിയുമ്പോൾ, ഒരു കുമ്പസാരം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആക്കി ആകാൻ സാധിച്ചാൽ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ധൈര്യമായിരിക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, ഞാൻ കൂടെയുണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറയുന്നു, സന്തോഷത്തോടെ ആയിരുന്നോളൂ, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു കൂട്ടായ്മയാണ്, കൂടെയുണ്ടെന്നുള്ളതിൻ്റെ സന്തോഷം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ദൈവകരുണയുടെ തിരുനാളാണ്. തമ്പുരാൻ്റെ കാരുണ്യം ആ ഹൃദയത്തിൽ, യേശുവിൻ്റെ ഹൃദയത്തിലുള്ള ഒരു വരുന്ന പ്രകാശരശ്മിക്ക് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ശരണപ്പെട്ട് നീങ്ങുമ്പോൾ, ദൈവത്തിൽ ശരണപ്പെട്ട് നീങ്ങുമ്പോൾ എല്ലാം ഭംഗിയായിക്കോളും. ദൈവം കരുണയുടെ സാഗരത്തിൽ നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും, എല്ലാ നന്മകളും, പ്രാർത്ഥനകളും, അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു നല്ല ദിവസം നേരുന്നു. എന്നും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ആയിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ഔസേപ്പിതാവ് നിങ്ങളുടെ കാവലായിട്ടുണ്ടാവട്ടെ. കുടുംബങ്ങളുടെ അമ്മ വിശുദ്ധ മറിയം ത്രേസ്യ അമ്മ നിങ്ങൾക്ക് നല്ല മധ്യസ്ഥയായി എന്നും ഉണ്ടാകട്ടെ. ആമേൻ. അനുസരിച്ച് മാതൃകാ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് നിന്റെ സാന്നിധ്യത്തിൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചും അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരണം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂതാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതർ തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. വധുവരന്മാരുടെ സാക്ഷികൾ അടുത്ത് നിൽക്കുക. ചോദിക്കുന്ന ചോദ്യത്തിന് ജോസഫും സനയും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുക. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ,
ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേക മണ്ണിനു നിന്നോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ നിന്നോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക മരണം വരെ ഏറ്റെടുക്കുന്ന പ്രതിജ്ഞാ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്നത്. രണ്ടുപേരും ശബ്ദമുയർത്തി ചൊല്ലിത്തരുന്ന ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പരിമള ജീവിതം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ കാരണത്തിന്റെ വരം കൈകൊള്ളണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിലവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇവരെ ഒരുമിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ യോസേഫ് പിതാവിന്റെയും മധ്യസ്ഥം ഇവരുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുമാറാകട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതയെ സഹായിക്കുവാൻ ധാരാളം ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പീഠമേ സ്വസ്തി. എന്റെ കർത്താവിന്റെ കവരണമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇതിലൂടെ അർപ്പിക്കുവാൻ ഞങ്ങളോട്. This love is like the ocean that's crashing over me. It's like falling rain on the driest plains as far as eyes can see. And this love is like the trees that are looking down on top of me. And this love is like no other. It's right where I wanna be. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you. And I don't ever want to. This love is like the church bells, as loud as they can ring, in the good man's face on his wedding day when he sees his bride to be. It's like a little girl holding daddy's hand for everyone to see. Yeah, this love is like no other. It's
तेरे आके यूं जाने से बेचैन है फिजा मेरी, हो हर नजर हर खबर पे रहती निगाह मेरी। हो तुझे कैसे ये बताएं हमने क्या क्या देखा, कैसे लोगों से रिश्ते थे, कैसे थे मेरे करम, हम कहीं खो ना जाए ये डर है रहता। तू हाथ थाम के मेरा बस तोड़ दे भरम, सुना सा ये जहां काली रातों में हम तन्हा बैठे यहाँ, तुझसे एक चीज मांगते हैं हम, तू जाना ना पिया मेरा तेरे बिना कोई ना यहाँ, ये दिल कह रहा तू जाना ना पिया। छोटी सी उम्र से सब है देखा, अब चला जाए ना तू आजा। नहीं लगता नहीं लगता नहीं लगता तेरे बिन मेरा, नहीं लगता नहीं लगता जिया तू आजा। नहीं लगता नहीं लगता नहीं लगता तेरे बिन मेरा, नहीं लगता नहीं लगता जिया। हो जाने जा ये है मेरी जिंदगी, कि मुझे वो ना मिला जिसकी मुझे थी कमी, पर अब समझाया ये कि जीना मेरा है तुझसे ही, बस बोल नहीं पाए हम पर बातें कहीं। എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു താങ്ക് യു ഡാഡി ഡാഡി. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മിഴികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം, അനനടയിലും നാണം നിലയിലും നാണം ഇതടിമൊടിയൊരു നാണം. പനി നീർ നിലാവിൻ പൂമഴ അനുരാഗനൂലയാമിനി, ഇതു ഹൃദയം നിറയും നിമിഷം. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മിഴികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം, അനനടയിലും നാണം നിലയിലും നാണം ഇതടിമുടിയൊരു നാണം. ചേമന്തിച്ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ചോറുണ്ട് ചുണ്ടോറും ശീലുണ്ട്, കണ്ടാലും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ല തൃക്കാറുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല.
ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ നിന്നാണ് പെണ്ണെ കണ്ണാട വാങ്ങാൻ വയ്യാതടി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പം പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെത്തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വൈലേ വൈലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി വൈലേ വൈലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ കാതോരം കന്നിക്കുറുമ്പേ പൂവത്തിത്തേരിൽ പാടാനായി നീയും പോരാമോ सारा ज़माना सारा बस्ताना तेरे इरादे पे घूमे दीवाना കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേരോടെ പോലും കണ്ടാലേ Good afternoon, ladies and gentlemen. Welcome to the wedding reception of Joseph and Sana. Sorry for the delay. We are Navya George and Divya George, Joseph's cousins, your MCs for the day. നമ്മുടെ ഇന്നത്തെ താരങ്ങളായ ജോസഫിനെയും സനയെയും നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. എന്നാലും ഏറ്റവും സന്തോഷത്തോടു കൂടി നമുക്ക് കൈകളടിച്ചുകൊണ്ട് തന്നെ ജോസഫിനെയും സനയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോസഫ് പുത്തഞ്ചിറ മാളികക്കൽ കൂനൻ ജോസ് പോൾ ജെയ്സി കപ്പിൾസിൻ്റെ ഏറ്റവും ഇളയ മകനാണ്. സഹൃദയ കോളേജിൽ നിന്നും EEL BTech കഴിഞ്ഞ് ഇപ്പോൾ IT പ്രൊജക്ട് മാനേജറായി കോണ്ടുവൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സന അരിമ്പൂർ കൊള്ളന്നൂർ KA ജോസ് ജിസി ദമ്പതികളുടെ ഇളയ മകളാണ്. MTech ഡയറി ടെക്നോളജി കഴിഞ്ഞതിന് ശേഷം മിൽമയിൽ ഡയറി ഓഫീസറായിട്ട് എടപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്നു. ജോസഫ് ആൻഡ് സന, എ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ഓൾ ഓഫ് us. നമ്മുടെ ഇന്നത്തെ സ്റ്റേജ് ഇവരുടെ ജീവൻ തുടങ്ങിയതും ദൈവത്തിൽ നിന്നും പാരൻസിൽ നിന്നുമാണ്. സ്റ്റേജിലേക്ക് നമ്മുടെ ഏറ്റവും സ്നേഹത്തോടെ ജോസഫിൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയും ഞങ്ങളുടെ സ്നേഹമുള്ള വല്യപ്പനെയും വല്യമ്മയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വല്യപ്പൻ, വല്യമ്മ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. വല്യപ്പൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. വല്യമ്മ റിട്ടയർഡ് ടീച്ചറാണ്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ കൈകളടിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി സനയുടെ പേരൻസിനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ KA ജോസ് ആൻഡ് മിസ്സസ് ജിസി ജോസ്, പ്ലീസ് കം ടു ദ സ്റ്റേജ്.
ജോസ് അങ്കിൾ റിട്ടയേർഡ് ടീച്ചിങ് ഫാക്കൽറ്റി ആയിരുന്നു. ത്യാഗരാജ പോളിടെക്നിക് കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത്. ജിസി ആൻറ്റി മണലൂർ വില്ലേജ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏവരെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇവരോടൊപ്പം കളിച്ചു വളർന്ന ഇവരുടെ സിബ്ലിങ്സ് കൂടെ ഉണ്ടെങ്കിലേ ഈ സ്റ്റേജ് നമുക്കൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. ഏറ്റവും ആദ്യമായിട്ട് ജോസഫിൻ്റെ ബിഗ് ബ്രദർ ഞങ്ങളുടെ വലിയേട്ടൻ നിതിൻ ചേട്ടനെയും ഫാമിലിയെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിതിൻ ചേട്ടനും വൈഫ് ദിവ്യ ചേച്ചിയും രണ്ടുപേരും രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ 3 ലിറ്റിൽ കിഡ്സ് ഡേവിഡ്, ഫെലിൻ ആൻഡ് മിറിയം എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ തന്നെ ചേച്ചി ജോസഫിൻ്റെ ഏക പെങ്ങൾ സഹോദരി ചേച്ചിയും അളിയനെയും ഭാവയെയും ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ധന ചേച്ചിയും ഹസ്ബൻഡ് അരുൺ ചേട്ടനും UK-യിൽ IT പ്രൊഫഷണൽസ് ആണ്. മകൾ അമ്മുകുട്ടി ഞങ്ങളുടെ ആൻ ഇപ്പോൾ വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സനയുടെ സിസ്റ്റർ ആൻഡ് ഫാമിലി സിൻഡ ചേച്ചിയെയും ഫാമിലിയെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സിൻഡ ആസ്ട്രൽ ഓഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് ആൻ്റണി മണപ്പുറം ഇൻഫ്രാസ്ട്രക്ചർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വാവ അന്നക്കുട്ടിയെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ സമയം കാൻഡിൽ ലൈറ്റിംഗ് സെറിമണിയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രകാശവും എന്നേരവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോസഫിനെയും സനയെയും കാൻഡിൽ ലൈറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. तू जाना ना पिया मेरा तेरे बिना कोई ना यहाँ ये दिल कह रहा तू जाना ना पिया छोटी सी उम्र से सब है देखा अब चला जाए ना तू आजा नहीं लगता नहीं लगता नहीं लगता तेरे बिन मेरा नहीं लगता जिया तू आजा नहीं लगता तेरे बिन मेरा नहीं लगता जिया तू आजा तू आजा तू आजा वे कमलिया मेरे नादान दिल वे कमलिया मेरे नादान दिल दो नैनों के पेचीदा सा गलियारे इनमें खोकर तू मिलता है कहाँ तुझको अंबर से पिंजरे ज्यादा प्यारे उड़ जा कहने से सुनता भी तू है कहाँ गल सुन लिया वे कमलिया मेरे नादान दिल वे कमलिया मेरे नादान दिल क्या करना है तो प्यार कर एक बार कर कमलिया वे कमलिया मन मर्जी करके देख ले बदले में सब कुछ हार कर कमलिया वे कमलिया കേക്ക് കട്ടിങ്ങാണ് നമ്മൾ സന്തോഷത്തോടെ പങ്കുവെച്ച് കഴിഞ്ഞു. ഇന്ന് ഇപ്പോൾ നടന്ന ഈ പങ്കുവെക്കലിനെയും ഒരു ആരോഗ്യവും എന്നും സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരിപ്പോൾ വൈൻ ടോസ്റ്റ് ചെയ്യാണ്. ജോസഫും സനയും ഇപ്പോൾ വൈൻ ഗ്ലാസസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ടോസ്റ്റ് ചെയ്യും. कसती है दुनिया कसले फिक्रे ताने उंगली पे आखिर गिनता भी तू है कहाँ मर्जी
कमले वे कमले मेरे नादान दिल वे कमले താങ്ക് യു ജോസഫ് ആൻഡ് സന. ഇന്നത്തെ ഇവരുടെ ഈ സ്പെഷ്യൽ ഡേ ഏറ്റവും സന്തോഷകരമാക്കി ഇവരുടെ ഫാമിലീസിന് ഞങ്ങൾ എല്ലാവരുടെയും പേര് നന്ദി പറയുകയാണ്. ജോസഫ് ആൻഡ് സന, കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ ഓൺ യുവർ സ്പെഷ്യൽ ഡേ. ഇവരെ അനുഗ്രഹിക്കാനായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ലഞ്ചും റിഫ്രഷ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ലഞ്ച് ആസ്വദിക്കാം. വി വിഷ് യു ഓൾ എ ഗ്രേറ്റ് ഡേ ആൻഡ് എൻജോയ് യുവർ സെൽസ്. താങ്ക് യു. किस्मत से मिला तू तब खुद से मिली मैं, यकीन है मुझको तुझी में बसी में हो, हिस्सा है मेरा और जन्नत भी मेरा, ऐसे सजी हूँ जैसे वजूद है मेरा। मेहरबा है तू ही रब मेरा, मेहरबा है तू ही सब मेरा, मेहरबा है तू ही रब मेरा, मेहरबा है तू ही सब मेरा। बातें तेरी तसल्ली दे जाए, आदतें तेरी सुकून दे जाए, इंतजार में छुपा था दिल, हम सफर तू बन गया है। भाई से कहती हूँ सिर्फ इश्क नहीं है तू, उससे भी ज्यादा मेरा घर बन गया। मेहरबा है तू ही रब मेरा, मेहरबा है तू ही सब मेरा, मेहरबा है तू ही रब मेरा, मेहरबा है तू ही सब मेरा। लगी तेरे इश्क ये खुमारी शुरू तेरी मेरी कहानी, हर किस्सा है मेरा माहिया। लगी तेरे इश्क ये खुमारी शुरू तेरी मेरी कहानी, हर किस्सा है मेरा माहिया। लगी तेरे इश्क ये खुमारी शुरू तेरी मेरी कहानी, हर किस्सा है मेरा माहिया। लगी तेरे इश्क ये खुमारी शुरू तेरी मेरी कहानी, हर किस्सा है मेरा मनिए साहिब जी जाने हैं सब जी, फिर भी बनाए बहाने। नैना नवाबी जी देखे हैं सब जी, फिर भी न समझे इशारे। मनिए साहिब जी हाँ करता बहाने, नैना नवाबी जी न समझे इशारे। धीरे धीरे नैनों को धीरे धीरे, जिया को धीरे धीरे
तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे, समझ के भी ना समझ मैं सकूं। सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। छूने से तेरे हाँ तेरे हाँ तेरे फीकी रुतों को रंग लगे, तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे। रहा ना मेरे काम का जग सारा, हो बस तेरे नाम से ही गुजारा। उलझ के यूं ना सुलझ न सकूं, जुबानियाँ तेरी झूठी भी सच लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। ओ सब कुछ मेरा चाहे, नाम अपने लिखा ले, बदले में इतनी तो यारी निभा ले। जग की हिरासत से मुझको छुड़ा ले, अपना बना ले, बस अपना बना ले।
मेरा ख्वाहिशों का शामियाना, ख्वाबों के जहां मेरे से निकला सा। मेरा बंदिशों के दायरे से बन के दिल को एक खजाना निकला सा। मैं तो खामोश लहरों पे बहती हूँ, वो कश्ती जो ढूंढे है धुन मेरी, जैसे बारिश की बूंदों में चलती। मैं हवा हूँ जो बूंदों से पूछेगी है कहाँ वो जहाँ जो हर जुबान में हो नाम मेरे, हर जुबान में नाम मेरे। ये तो दिल की है वजह, चाहे जाने क्या भला, पर है जाने किन दिशाओं की है हवा। मैं तो खामोश लहरों पे बहती हूँ, वो कश्ती जो ढूंढे है धुन मेरी, जैसे बारिश की बूंदों में चलती। मैं हवा हूँ जो बूंदों से पूछेगी है कहाँ वो जहाँ जो हर जुबान में हो नाम मेरे, हर जुबान में नाम मेरे। मेरा ख्वाहिशों का शामियाना, ख्वाबों के जहां मेरे से निकला सा। I've been up all night thinking about you, about where I am
up all night deciding. Somehow should keep myself from hiding. I can't കുടുംബ പ്രതിഷ്ഠ ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അംഗരാജ്യമായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ നിയമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ കുടുംബാംഗങ്ങളെ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ കുട്ടികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. തിളങ്ങി കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മരത്തിനും ഹൃദയവും മാറിയ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയും സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ജീവസ്മരണ ഞങ്ങൾ നടത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, മരത്തിനും ഹൃദയമേ, മർഗരിത്ത മറിയമേ, പിതാവേ.